ഫ്രണ്ട്സ്, ഇന്നലെയായിരുന്നു നമ്മുടെ RRB ടെക്നീഷ്യൻ്റെ കാറ്റഗറിയിലേക്കുള്ള അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ഇന്നലെയായിരുന്നു. ഇന്ന് മുതൽ, അതായത് 9/4/2024 മുതൽ 18/4/2024 വരെ നിങ്ങൾക്ക് RRB ഒരു ടൈം തന്നിട്ടുണ്ട്. അതായത് ഫോം കറക്ഷനുള്ള ടൈമാണ്. അതായത് ഫോം കറക്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫൈ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും പാടെ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ പറഞ്ഞിരിക്കുന്ന കറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ വിശദമാക്കി തരാം. അതായത് എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡീറ്റെയിൽസാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ, നമുക്ക് ഏതൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ടെക്നീഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്തവർ മാത്രമേ വീഡിയോ കാണുക, കാരണം അപ്ലൈ ചെയ്യാത്തവർക്ക് ഇത് യൂസ്ഫുൾ അല്ല. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് കാണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് RRBയുടെ നോട്ടിഫിക്കേഷൻ കൂടെ കാണാൻ പറ്റും. അതിൻ്റെ ഡേറ്റ് കൂടെ പറയുന്നുണ്ട്, 9/4/2024 മുതൽ 18/4/2024. അപ്പോൾ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്ത, അതായത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത നമ്മുടെ പേര്, ഫാദറിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ മെയിൽ ID, മൊബൈൽ നമ്പർ, ഇത്രയും കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഈ കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നീട് രജിസ്റ്റർ ചെയ്ത് നമുക്ക് OTP ഒക്കെ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തല്ലോ കുറേ കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ അഡ്രസ്സ്, അതുപോലെ നമ്മുടെ മറ്റു കാസ്റ്റ്, റിലീജിയൻ, എക്സാം ലാംഗ്വേജ്, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ അതിൽ ആഡ് ചെയ്തു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാൻ പറ്റും. അതോടെ നമുക്ക് മറ്റൊരു കാര്യം, RRB എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം പാടെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വെറുതെ നമ്മൾ എഡിറ്റ് ചെയ്താൽ പോരാ, നമുക്ക് ഇതിലേക്ക് ഫീ കൊടുക്കണം. ഓരോ ഉദ്യോഗാർത്ഥികളും ഓരോ പ്രാവശ്യം കറക്റ്റ് ചെയ്യുമ്പോൾ 250 രൂപയാണ് RRBക്ക് കൊടുക്കേണ്ടത്. ആ 250 രൂപ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ അപേക്ഷ എന്താവുള്ളൂ, സക്സസ് ആയിട്ട് നമുക്കവിടെ കാണിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ RRBയുടെ വെബ്സൈറ്റാണ്, നിങ്ങൾക്കിവിടെ കാണാം. ഇതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരാം. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്കൂടെ ഇപ്പോൾ ISROയുടെ എക്സാമൊക്കെ April 18 സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിട്ടിയാൽ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇപ്പം നമ്മുടെ കേരള ഹൈക്കോടതി അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇതവിടെ കാണാൻ പറ്റുക. 2 more ലിങ്ക്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ലിങ്ക് കൂടെ കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വളരെ സിമ്പിളായിട്ട് എന്താണ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവുന്ന സംവിധാനമാണ്. ഓക്കെ, പേയ്മെൻറ്റ് ചെയ്താൽ. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലോഗിൻ ചെയ്യേണ്ട പേജ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം കേട്ടോ, ഈ RRBയുടെ. അപ്പോൾ ഇവിടെ ഒന്നാം കൂടെ കാണാം, അപ്ലൈ എന്നുള്ള ബട്ടൺ കാണാം. അതിൽ നിങ്ങൾക്ക് കാണാം ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ള ലോഗിൻ ചെയ്യാനുള്ള ആ ഭാഗം. ജസ്റ്റ് നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൊബൈൽ നമ്പർ ഓർ ഇമെയിൽ ID, നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പർ ഓർ ഇമെയിൽ ID അത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് പാസ്വേഡ് ഉണ്ടാവും. ആ പാസ്വേഡ് നമ്മൾ കൊടുക്കുക. നിങ്ങൾ അക്ഷയെന്നോ മറ്റെവിടുന്നാണ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ അവിടെ നിങ്ങളത് ചോദിച്ച് വാങ്ങേണ്ടതായിരുന്നു. ഇനി പാസ്വേഡൊക്കെ മറന്നു വരാൻ നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ മൊബൈൽ നമ്പർ ഒരു ഇമെയിൽ കൊടുക്കുന്നു, ദെൻ പാസ്വേഡ് കൊടുക്കുന്നു, ദെൻ ക്യാപ്ച കോഡ് എടുക്കുന്നു, എന്നിട്ട് ലോഗിൻ ചെയ്യുന്നു. ഞാൻ കാണിക്കാം. ഇപ്പോൾ ഞാൻ ലോഗിൻ ഇവിടെ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്തു. ഇനി ഇവിടെ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ അവിടെ ഒന്നും കാണില്ല, കാരണം ഇന്നലെ മുതൽ എന്ത് ചെയ്തു, ആപ്ലിക്കേഷൻ ക്ലോസ് ആയി. ഇനി ഇവിടെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വ്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും എററൊക്കെ ഉണ്ട് അവിടെ റിജക്റ്റഡ് എന്ന് കാണിക്കട്ടോ, അവിടെ നിങ്ങൾക്ക് സക്സസ് എന്ന് കാണാം. ഇനി നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. യാതൊരു നിർബന്ധവും ഇല്ല RRBക്ക് നിങ്ങൾ മോഡിഫൈ ചെയ്യണമെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അതായത് നമ്മുടെ അപേക്ഷയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ വെറുതെ മാറ്റിയാൽ പോരാ, നമ്മൾ 250 രൂപ നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം മോഡിഫൈ എന്നുള്ള ബട്ടൺ ഉണ്ട്. ആ മോഡിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ മോഡിഫൈ എന്നുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ മോഡിഫൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും, എന്തൊക്കെ അതിൽ ഓക്കെ, അതായത് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് അതിൽ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ പേര് മാറ്റാൻ പറ്റില്ല, ഫാദറിൻ്റെ പേര് മാറ്റാൻ പറ്റില്ല, മദറിൻ്റെ പേര് മാറ്റാൻ പറ്റില്ല, Gmail ID മാറ്റാൻ പറ്റില്ല, മൊബൈൽ നമ്പർ മാറ്റാൻ പറ്റില്ല. പിന്നെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന RRB ഏതാണെന്ന് നമുക്ക് മാറ്റാൻ പറ്റില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ നിങ്ങൾക്ക് മാറ്റാം. ക്വാളിറ്റി പോരാ, നിങ്ങൾ ഫോട്ടോ എടുത്ത ക്വാളിറ്റി പോരാ, സിഗ്നേച്ചർ പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ മോഡിഫൈ ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ വെറുതെ മോഡിഫൈയിൽ നിൽക്കുന്നൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ മോഡിഫൈയിൽ നിൽക്കി നമ്മൾ പിന്നെ എന്തെങ്കിലും ഓൾട്രേഷൻ വന്നു പോയാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും റിജക്റ്റ് ഒക്കെ ആയാലും പ്രശ്നമാണ്. അങ്ങനെ ഓൾട്രേഷൻ ഒന്നും വരികയും ചെയ്യില്ല, എങ്കിലും
ജസ്റ്റ് ഞാൻ കാണിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വിട്ടുപോയാൽ പിന്നെ നമ്മളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ഈ മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. വളരെ സിമ്പിളായിട്ട് മോഡിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപേക്ഷാ ഫോമുകൾ ഓപ്പൺ ആയി വരും. ആ അപേക്ഷാ ഫോമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞ ഡാറ്റകളല്ലാതെ ബാക്കി എല്ലാം മോഡിഫൈ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ഫാദറിൻ്റെ പേര് മാറ്റാൻ പറ്റില്ല, നിങ്ങളുടെ പേര് മാറ്റാൻ പറ്റില്ല, മദറിൻ്റെ പേര് മാറ്റാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, പിന്നെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന RRBയും മാറ്റാൻ പറ്റില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ഫോട്ടോ, സിഗ്നേച്ചർ, കാസ്റ്റ്, റിലീജിയൻ, എക്സാം ലാംഗ്വേജ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയിട്ട് നമ്മൾ മറ്റു അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്ത എല്ലാ സംഭവവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആദ്യം ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും ചേഞ്ച് വരുത്താൻ പറ്റില്ല, അത് ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, പ്രിവ്യൂ നോക്കിയിട്ട് 250 രൂപ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ഇവിടെ സക്സസ് എന്ന് കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ നോക്കണം, നിങ്ങളത് വെരിഫൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഏപ്രിൽ 18 വരെ 10 ദിവസമാണ് RRB തന്നിരിക്കുന്ന സമയം, ഏപ്രിൽ 18 വരെ നിങ്ങൾക്ക് നോക്കാം. ഇനി നിങ്ങൾക്ക് എന്താണ് അതിൽ വ്യക്തമായിട്ടൊരു ധാരണ ഇല്ലെങ്കിൽ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തു തരും. അപ്പോൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ 1-2 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, RRBയുടെ ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ്റെ PDF എന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മുടെ SSLC ബുക്കിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മാർച്ച് 2000 അങ്ങനെയൊക്കെയുള്ള ഡേറ്റുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റുകളാണെങ്കിൽ മീൻസ് ആ മന്തും ഇയറും മാത്രമേ അതിലുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ മന്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ കൊടുക്കുക, മീൻസ് ഡേ കൊടുക്കുക. ഓക്കെ, അതായത് മാർച്ച് 30 എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ കൊടുക്കുക. ഇനി ചില SSLC ബുക്കിലൊക്കെ അടിയിലുണ്ടാവും റിസൾട്ട് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ നാളെ പാസിംഗ് ഡേറ്റ് ആണ് ഈ പറയുന്ന RRB സൈറ്റിൽ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ അങ്ങനെ ഡേറ്റ് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ തന്നിരിക്കുന്ന, അതായത് ഇപ്പം ITI ഒക്കെ ആണെങ്കിൽ ജൂലൈ ആയിരിക്കും ചിലപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ജൂലൈ 30 കൊടുക്കുക, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൊടുത്ത് നിങ്ങൾക്ക് അഥവാ നിങ്ങൾ കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യാൻ, കറക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഡേറ്റുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞ രീതിയിലല്ലെങ്കിൽ. ഓക്കെ, ഞാൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡയറക്റ്റ് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, വാട്സാപ്പ് നമ്പർ വരും. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ മോഡിഫൈ ചെയ്ത് തരുന്നതാണ്. ഒരു നിശ്ചിതമായുള്ള സർവീസ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്